ടിപ്പു സുൽത്താന്റെ റോളിൽ അഭിനയിക്കുന്നതിന് സൂപ്രതാരം രജനീകാന്തിന് ബിജെപിയുടെ വിലക്ക്. കഴിഞ്ഞ ദിവസം മറ്റ് സംഘപരിവാർ സംഘടനകളും ടിപ്പുവിന്റെ റോളിൽ അഭിനയിക്കരുതെന്ന് രജനീകാന്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം AR റഹ്മാന് പിന്തുണയുമായി ഇറാൻ സർക്കാർ മുഹമ്മദ് ദി മെസ്സഞ്ചർ ഓഫ് ദി ഗോഡ് എന്ന ഇറാൻ ചിത്രത്തിന് സംഗീതം നൽകിയ റഹ്മാനെതിരെ ഇന്ത്യയിലെ ഒരു വിഭാഗം ഇസ്ലാമിക പണ്ഡിതർ ഫത്വ പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് ഇറാൻ സർക്കാർ റഹ്മാന് പിന്തുണയുമായി രംഗത്തെത്തിയത്. ദില്ലിയിലെ ഇറാൻ സർക്കാരിന്റെ പ്രതിനിധിയാണ് റഹ്മാനുള്ള സർക്കാർ പിന്തുണ അറിയിച്ചത്. ചിത്രത്തിൽ ഇസ്ലാമിക വിരുദ്ധമായി ഒന്നുമില്ലെന്നും ഇറാൻ പ്രതിനിധി വ്യക്തമാക്കി. പുതിയ സാഹചര്യങ്ങളിൽ സാംസ്കാരിക തലത്തിൽ സിനിമാ തലത്തിൽ പോലുമുള്ള ഇടപെടൽ അത് ഏത് രീതിയിൽ എങ്ങനെ അതിൻ്റെ അനുരണനങ്ങൾ പുരോഗമിക്കുന്നു, ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം സാംസ്കാരിക പ്രവർത്തകൻ ചലച്ചിത്ര നടനും ഒക്കെയായ ശ്രീകുമാർ, ഒപ്പം തന്നെ CPI നേതാവ് ആനി രാജ, ഒപ്പം BJP നേതാവ് BJP സ്റ്റേറ്റ് സെക്രട്ടറി പത്മകുമാർ, സിനിമാ നിരൂപകൻ ഫക്രുദ്ദീൻ അലി, ഒപ്പം തന്നെ സംവിധായകൻ കമൽ നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം ശ്രീകുമാറിലേക്ക്. ശ്രീകുമാർ, ഒരുപക്ഷെ ഈ വാർത്ത താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഈ വാർത്തയുടെ ഇന്നത്തെ പശ്ചാത്തലം ഒരുപക്ഷെ പരിശോധിച്ചാൽ അതിൻ്റെ പിന്നോട്ടുള്ള കുറേ സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് പരിശോധിക്കേണ്ടി വരും. കാരണം ഒട്ടേറെ സന്ദർഭങ്ങളിലൂടെ കടന്നു വന്ന് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഇത്തരത്തിൽ താങ്കളെപ്പോലെയുള്ള ഒരുപക്ഷെ സാംസ്കാരികമായി പോലും ഇടപെടുന്ന വ്യക്തികൾ ഇത്തരം വാർത്തകളെ ഏത് രീതിയിൽ നോക്കിക്കാണും? ഇത്തരം വാർത്തകൾ രജനീകാന്തിന്റെ വിഷയം നമുക്ക് ആദ്യം എടുത്താൽ, അദ്ദേഹത്തിൻ്റെ ഇതിനെപ്പറ്റിയുള്ള വാർത്ത ആദ്യം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വലിയ ഷോക്കായിരുന്നു. ആ ഷോക്ക് ഒരു ദുഃഖമായി മാറുകയാണ് എനിക്ക് ചെയ്തത്. കാരണം ഞാൻ ജനിച്ച കാലം മുതൽ ഇത്രയും സ്വതന്ത്രമായ ഒരു പ്രാണവായു ശ്വസിക്കുകയും എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലൂടെ തന്നെ എൻ്റെ രാജ്യത്ത് ജീവിക്കാൻ കഴിയുകയും ചെയ്ത ഒരു സ്ഥലത്ത് കഴിഞ്ഞ ഒരു ഭരണകൂടം ഇന്ത്യൻ ജനതയ്ക്ക് ഒരു നല്ല നാളുകൾ സമ്മാനിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആ ഭരണകൂടം അതിൻ്റെ അധികാരസ്ഥാനത്ത് നിന്നുകൊണ്ട് മുഴക്കുന്ന ഇത്തരം സ്വേച്ഛാധിപത്യപരമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ മേലിലുള്ള ഒരു അടിച്ചമർത്തലുകൾ, ഭയപ്പെടുത്തലുകൾ, ഈ ഭയപ്പെടുത്തലുകൾ ഇന്നിപ്പോൾ മൗലികമായി ഒരാൾ എന്ത് ജോലി ചെയ്യുമ്പോൾ അയാൾ ഏത് റോളുകൾ എടുക്കണമെന്ന് പറയുന്നത് പോലും കലയിൽ ഇടപെടുന്ന രീതിയിൽ മാറിയിരിക്കുന്ന ഒരവസ്ഥ ഇന്ത്യൻ ജനതയെ ഏറ്റവും കറുത്ത ദിനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദുഃഖത്തിലാണ് ഞാൻ. തീർച്ചയായും ഇന്ന് ഒരുപക്ഷെ ശ്രീകുമാർ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് കമലിനെ പോലെയുള്ള സംവിധായകർ, സാംസ്കാരിക നായകർ അടക്കം വിശേഷിപ്പിച്ചത് സാംസ്കാരിക ഫാസിസം, ഒരുപക്ഷെ വെജിറ്റേറിയൻ ഫാസിസം നമ്മൾ കണ്ടു. അവിടെ ഏത് രീതിയിൽ ഭക്ഷണത്തിൻ്റെ രാഷ്ട്രീയം നിശ്ചയിക്കുന്നു, എന്ത് കഴിക്കണം, അതിൻ്റെയൊക്കെ തന്നെ തലങ്ങൾ പിന്നിട്ട് മറ്റൊരു തലത്തിലേക്ക് സാംസ്കാരിക നായകന്മാർ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലും കൊല ചെയ്യപ്പെട്ട ദിനങ്ങൾ, ഇതൊക്കെ കടന്ന് പുതിയ രീതിയിൽ അജണ്ട സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വിശേഷിച്ചതുപോലെ സാംസ്കാരിക ഭീകരത അതാണോ മാധ്യമങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണോ? ഏതാണ് താങ്കളെ പോലെയുള്ളവർ ആ അർത്ഥത്തെ വ്യാഖ്യാനിക്കുന്നത്? മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നതെന്നല്ല, മാധ്യമങ്ങൾ ഇത്രത്തോളം ശക്തമായി നിൽക്കുന്നത് കൊണ്ട് ആരംഭത്തിലേ നമുക്ക് ഇതിൻ്റെ മുഖം തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ തിരിച്ചറിയലുകളെ ഏറ്റവും വേഗം തന്നെ ആരംഭത്തിൽ തന്നെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുകയും അതിന് ശക്തമായ പ്രതിരോധം കൊടുക്കേണ്ടതും ഇവിടുത്തെ ഓരോ സാംസ്കാരിക നായകന്മാരുടെയും നല്ല ഓരോ പൗരന്മാരുടെയും കടമയായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ അടുത്ത കാലത്ത് ഇവിടെ ഈ കയ്യിലൊരു ചരട് കിട്ടുന്ന ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങ് ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ചടങ്ങുകൾ ഇപ്പം കേരളത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ആ ചടങ്ങുകൾ വീട്ടിൽ വന്ന് ചെറുപ്പക്കാർ നടത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു ലഘുലേഖ വിതരണം ചെയ്യുകയാണ്. ആ ലഘുലേഖയിൽ നിങ്ങൾ ഭാഗവതം വായിക്കണം, നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, വിളക്ക് കൊളുത്തണം, ഇതൊക്കെ പറയുന്നു. ഇതെല്ലാം ബാല്യകാലങ്ങളിൽ എന്നെപ്പോലെയുള്ളവർ എൻ്റെ കുടുംബത്തിലെ തറവാട്ടിൽ കണ്ടു വളർന്നു വരികയും അതിനെല്ലാം ബഹുമാനിക്കുന്നവരുമാണ്. ഇതൊന്നും ആരുടെയും ഫോഴ്സ് കൊണ്ട് ചെയ്യപ്പെടേണ്ട കാര്യമല്ല. ഇവിടെ ഇടപെടുകയല്ല. ഇവിടെ ഒരുപക്ഷെ BJP ദേശീയ സെക്രട്ടറി പറയുന്ന ഒരു വാദമുണ്ട്. കാരണം ഹിന്ദുക്കളെ അടക്കം അപ്പാടെ ആക്രമിച്ച ടിപ്പു സുൽത്താൻ കേരളത്തിലൊരു പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ അവമതിപ്പുണ്ടാകുന്ന തരത്തിൽ സാംസ്കാരിക ദിശയെ ഒരുപക്ഷെ തെറ്റിച്ച വ്യക്തി എന്നൊക്കെ വ്യാഖ്യാനിക്കുകയും അവിടെ ഒരു ചലച്ചിത്ര നടനെ അവന് തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ അടക്കം ഹരിക്കുന്ന തരത്തിലേക്ക് ഈ വാദഗതികൾ അതിന് ഉന്നയിക്കുന്നത് ശരിയാണോ? അല്ലെങ്കിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന ആ വാദഗതി താങ്കൾ എങ്ങനെ കാണുന്നു? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മഹാഭാരതത്തിലെ കർണൻ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന ആളാണ് ഞാൻ. ഇനിയിപ്പം കർണനെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ. കർണനെ എൻ്റെ വെർഷനിലൂടെയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ ഈ പറയുന്ന ഫാസിസ്റ്റ് പ്രവർത്തനം നടത്തുന്നവരുടെ ആഗ്രഹത്തിനനുസരിച്ച് എനിക്ക് എഴുതി കൊടുക്കാൻ കഴിയും, എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ പുരാണ കഥാപാത്രങ്ങളില്ലെങ്കിൽ കഴിഞ്ഞുപോയ ചരിത്ര പുരുഷന്മാരെ അവതരിപ്പിക്കുന്നതിൽ അവരുടെ കാലഘട്ടത്തിൽ നടന്നതിൻ്റെ പിന്നോക്കം നടക്കുന്നതാണോ ഒരു ഇന്ത്യൻ ജനതയുടെ മുന്നോട്ടുള്ള നടത്തുക? ഇതൊക്കെ കഴിഞ്ഞകാല ചരിത്രങ്ങളെ പുനരാവിഷ്കരണം ചെയ്യുന്നത് ഒരു കലാകാരൻ്റെ ധാർമ്മികമായ ചുമതലയാണ്. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കേണ്ടതായിരിക്കാം. അത് ചിലപ്പം തിന്മയുള്ളതായിരിക്കാം, നന്മയുള്ളതായിരിക്കാം. അത് അതേപോലെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഒരു സംഗതിയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്ന് പറയുന്നത് ഇതിൽ കവിഞ്ഞ ഒരു ഇരുളടഞ്ഞ അധ്യായം വരാൻ പോകുന്നതിൻ്റെ സൂചനകൾ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞതിൻ്റെ തുടർച്ച. ജെ.ആർ. പത്മകുമാർ, ഇന്നിവിടെ ഒരു പക്ഷേ ഇത് കേവലം ഒരു ഉദാഹരണമായിട്ട് നമ്മൾ കണ്ടു. എ.ആർ. റഹ്മാനെ അല്ലെങ്കിൽ പഴയ ആളുകളുടെ പേര് ഞാൻ ഒരു പക്ഷേ നരേന്ദ്ര ഒപ്പം തന്നെ പൻസാരയുണ്ട്, കൽബുർഗിയുണ്ട്. ഇതൊക്കെ ഉദാഹരണങ്ങൾ, അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഒരു പക്ഷേ ആ ചർച്ച വേറെ തലത്തിലേക്ക് പോകും. അതിലേക്ക് പോകും. അതിനു മുമ്പ് ഇന്നൊരു പക്ഷേ BJP മുന്നോട്ട് വെച്ച എന്ത് നിലപാടാണ് ഒരു പക്ഷേ രാജ്യം ആരാധിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം ഔന്നത്യമുള്ള ഒരു ചലച്ചിത്ര നടൻ അല്ലെങ്കിൽ താരം, വലിയ പദവികൾ നൽകുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഒരു പക്ഷേ ഹനിക്കുന്ന തരത്തിൽ എന്തിടപെടലാണ് ഒരു പക്ഷേ BJP ഉദ്ദേശിച്ചത്? ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും അതിനെ ഒന്നും തടസ്സം ചെയ്യുന്നതൊന്നുമല്ല ഇത് നമ്മൾ പർവ്വതീകരിച്ച് കാണിക്കുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നിങ്ങൾ മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിനൊക്കെ അറിയാമല്ലോ, മറ്റേ ഉദയനാണ് താരം. അതിൽ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ഞാൻ വലിയ നായകനാണ്, എൻ്റെ റോൾ ആരാധകർ ഒരുപാട് പേരുണ്ട്, അപ്പം ഞാൻ ഇവിടെ പോലീസിൽ നിന്ന് ഇടികൊള്ളുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് എൻ്റെ ആരാധകർ അത് വേദന ഉണ്ടാക്കും, അതുകൊണ്ട് ഞാൻ അത് സ്ക്രിപ്റ്റ് മാറ്റി എഴുതണമെന്ന് പറഞ്ഞു. അതൊരു സറ്റയർ ഇതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഇതന്നെയാണ് ഇതിപ്പോൾ ഇദ്ദേഹത്തിനെ പോലെ രജനീകാന്തിനെ പോലെ ഒരുപാട് ആളുകൾ ആരാധിക്കുന്ന, ഒരുപാട് ആരാധനയോടുകൂടി കാണുന്ന ഒരു നടൻ ഒരു അക്രമിയുടെ ചരിത്രത്തിലൊരു അക്രമിയായി ചിത്രീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യമായി ഏറ്റവും വലിയ ക്രൂരതകൾ ഒരു സമൂഹത്തോട് നടത്തിയിട്ടുള്ള ആ വേഷം അഭിനയിക്കുന്നത് ആളുകൾക്ക് വേദനയുണ്ടാക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന ആളുകൾക്ക് വിഷമം ഉണ്ടാക്കും. ഇത്രേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് പക്ഷേ അത് മുഖവിലേക്ക് എടുക്കുന്നു. നല്ല കാര്യം ബക്രുദ്ദീൻ, അങ്ങനെ ഒരു നല്ല കാര്യം അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന BJP മുന്നോട്ട് വയ്ക്കുന്ന സതുദ്ദേശമായ നടപടി അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ, അത് മാത്രം ഉൾക്കൊണ്ടാൽ ഇവിടെ പറഞ്ഞ പത്മകുമാർ പറഞ്ഞതിന് അവിടെ അവസാനിക്കുമോ കാര്യങ്ങൾ? അവിടെ അവസാനിക്കുന്നില്ല. ചേട്ടാ എൻ്റെ നല്ല സുഹൃത്താണ്, എനിക്ക് വലിയ ബഹുമാനമാണ്. പക്ഷേ ഈ പറഞ്ഞ ശുദ്ധ അസംബന്ധമാണ്, ചരിത്രബോധം ഇല്ലാത്തതിൻ്റെ പ്രശ്നം എന്നൊക്കെ എനിക്ക് പറയേണ്ടി വരും. കാരണം അതാണ് വാസ്തവം.